ഹലോ. അപ്പോൾ ഇന്ന് ഓടാൻ വേണ്ടി ഇറങ്ങിയാട്ടാ. ഇന്നലത്തെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ലായിരുന്നു. ഇന്നലെ അത്യാവശ്യം ഓട്ടം ഉണ്ടായി, കുഴപ്പമുണ്ടായില്ല. ഇന്നലെ എറണാകുളത്തോട്ടായിരുന്നു ഓട്ടം പോയായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറേ ഓട്ടങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ ആ തിരക്കിൻ്റെ ഇടയിലൊന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓട്ടം ആരംഭിക്കാൻ പോവാണ്. 9 മണിയാവണം. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ 3 ദിവസമായി അടുപ്പിച്ച് നമുക്ക് സ്കൂളുകൾക്ക് അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ ട്രിപ്പില്ല. നമ്മുടെ എന്താ പറയുക, എറണാകുളം ജില്ലയിൽ ഞങ്ങളുടെ ഈ ആലുവ പ്രദേശത്ത് മഴ കുറവാണെന്നുണ്ടെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം മഴ ശക്തമായിട്ടുണ്ട്. ഇന്നലെ എറണാകുളത്ത് ഞാൻ ഓട്ടം പോയിട്ട് എറണാകുളത്തൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴ ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ പെയ്തിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളും വെള്ളത്തിലായതിൻ്റെ പേരിലാണ് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആർക്കും. അപ്പോൾ ഓടാൻ വേണ്ടി ഇറങ്ങിയാണ്. ഓട്ടങ്ങളൊക്കെ നല്ല നല്ല ഓട്ടങ്ങളൊക്കെ ഇട്ടിട്ടെ എന്ന് വിചാരിച്ച് വണ്ടിയിലോട്ട് കയറി ആദ്യം തന്നെ ഒന്ന് പമ്പിൽ പോയി CNG അടിച്ചിട്ട് വേണം പോകാൻ. യൂബർ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുമ്പോൾ അടിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ പമ്പിൽ പോയിട്ട് CNG അടിക്കണം. ഇന്നിപ്പോൾ നമ്മൾ CNG അടിക്കാൻ വന്നേക്കുന്നത് കോട്ടായിലാണ്, അതായത് പറമ്പേത്ത്. നമ്മൾ ഊബർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഓട്ടോ അടിച്ച്, പക്ഷേ അത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പിക്ക് ചെയ്യാനാണ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ല, CNG അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഇന്നിപ്പോൾ നമ്മൾ കോട്ടായിലാണ് വന്നേക്കണം CNG അടിക്കാനായിട്ട്. അപ്പോൾ അവിടെയും വണ്ടികൾ ക്യൂ ആണ് കേട്ടോ. നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് ക്യൂ ഇല്ല ഇവിടെ. നമുക്ക് കയറി ചെന്ന് നേരെ അടിച്ച് പോരാവുന്നതാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ CNG ഫില്ലാവണതാണ്ട്. എന്തോരം ഉണ്ടെന്ന് നോക്കാം, എന്തോരം കയറുമെന്ന് നോക്കാം. ഇന്നലെ 3 ഘട്ട താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 500 താഴെ നിൽക്കുമെന്ന് തോന്നണം. നോക്കാം. 3 ഘട്ട താഴോട്ട് പോയാലാണ് 500 മേളോട്ട് ഇതുവരെ പോകാറുള്ളത്. ഇപ്പോൾ എത്രയിൽ കട്ടാവും നോക്കാം. 394 കട്ടായി. അപ്പോൾ അത്രയും നമ്മുടെ കയ്യിൽ തീർന്നുണ്ടായുള്ളൂ. നേരത്തെ അടിച്ചു കഴിഞ്ഞാൽ അത്രയും കാശുമ്പോൾ തീരും. വഴി കഴിഞ്ഞാൽ ഒരുപാട് പൈസ വേണ്ടി വരും. അപ്പോൾ 300 ചില്ലായിരത്തുമ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ CNG ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യൂബറിൽ ഇവിടുന്ന് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ടായി അത്താണിക്ക്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ CNG ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വണ്ടി എടുക്കുന്ന സമയത്ത് അടിച്ചത്. അത് മാച്ചിങ് ആയിരുന്നു, വേറെ ആരോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആലുവക്ക് പോവാം. അപ്പം നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് മറ്റേ പമ്പിൽ നിന്ന് അടിച്ചത് എയർപോർട്ടിലോട്ട് ഇറന്നിട്ടാണ്. അത് യൂബറിലല്ല, റാപ്പിഡോയിലാണ് അടിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, ഡൊമസ്റ്റിക്കിലാണ് ഉള്ളത് കേട്ടോ. ഓക്കെ. അപ്പം നമ്മൾ ഇവിടുത്തെ നമ്മളോട് അപ്പുറത്തെ സൈഡിലോട്ട് ചെല്ലാൻ പോകും. ഈ സൈഡ് പോകില്ല. ഓപ്പറേഷൻ പ്രത്യേക സെപ്പറേറ്റ് സ്ഥലം ഉണ്ടല്ലോ. 515 rupees. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ പൊങ്ങാൻ വേണ്ടി നിൽക്കേണ്ട വേണ്ടി തൊപ്പി. കയറ്റി നിർത്തണോ? നമുക്ക് കടന്നു പോകാനുള്ള സീനയിലായിട്ടാ അത് കടന്നു പോകുന്നത്. ഇപ്പോൾ റാപ്പിഡോയിൽ തന്നെ ഒരു 600 ട്രിപ്പ് അടിച്ചാണ് എയർപോർട്ടിൽ നിന്ന്, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ആരോ തട്ടിക്കൊണ്ടുപോയി. നമ്മളപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടിട്ടാ. നമുക്കിപ്പോൾ റാപ്പിഡോയിൽ 550 പ്ലസ് അതിൻ്റെ കൂടെ ഒരു 50 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 600 ട്രിപ്പാണത്. എങ്ങടാന്നൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ അത് പോയി. എയർപോർട്ടിലൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. നമ്മളത് ഒരുപാട് വണ്ടികളടപ്പുണ്ടാവും. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ആ ട്രിപ്പ് അടിച്ചതൊക്കെ റാപ്പിഡോയിലാണ് കേട്ടോ. യൂബറിൽ അടിച്ചിട്ടില്ല. യൂബറിൽ അടിച്ചതൊക്കെ ലോക്കലാണ്. പിന്നെ ഇപ്പോൾ റാപ്പിഡോയിലാണ് അടിച്ചേക്കണം. അപ്പോൾ ഞാൻ യൂബറും റാപ്പിഡോവും ഓടണ്ട കേട്ടോ. 2 ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡോയിൽ ഓട്ടം ഉണ്ടാവാറുണ്ട് അത്യാവശ്യം. അത് നമ്മൾ വലിയ വീഡിയോയിൽ നമ്മൾ പറയാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലുവയിൽ കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ യൂബർ തന്നെ ഉപയോഗിക്കാറ്. പിന്നെ യൂബറിൽ അടിയില്ലാത്ത സമയത്താണ് റാപ്പിഡോ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് പോകുന്നത് വെച്ചാൽ അടിക്കുന്നതൊക്കെ ലോങ് ട്രിപ്പാണ്. ലോങ്ങായിട്ട് പോയി എടുക്കണം. എന്നിട്ട് നിസ്സാര പിക്കപ്പ്. പക്ഷേ നമ്മൾ പോയി എടുക്കുന്നത് അത്രയും ഇതാകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അതിനുള്ള പൈസ അതിലില്ല. പിന്നെ അപ്പോൾ ഞാൻ പതുക്കെ പോകുന്ന എനിക്കൊന്ന് കുന്നുംപുറത്ത്
ബാങ്കിൽ കയറാണ്ട്. അപ്പോൾ അത് കയറി അങ്ങനെ ആലുവയിൽ ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത്. ബൈപ്പാസിൽ ഇപ്പോൾ നജാത്തിൻ്റെയൊക്കെ അവിടെയാണ് നമ്മളിപ്പോൾ ഇവിടെ വണ്ടി ഒതുക്കി വെയിറ്റിങ്ങിലാണ്. യൂബറിൽ നിന്ന് അടി കുറവാണ് കേട്ടോ. അടി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരമായിട്ട് അടിക്കുന്നതൊക്കെ ഈ ലോക്കലും മാച്ചിങ്ങുമാണ്. കൺഫേം ഒന്നും വന്നിട്ടില്ല. കാലത്ത് നമ്മൾ ആകെ ഒരു ട്രിപ്പ് എടുത്തിട്ടുള്ളൂ, അത് റാപ്പിഡോയിൽ എടുത്തത്. നമ്മളിപ്പോൾ ആലുവയിൽ ബൈപ്പാസിൽ കിടന്നിട്ട് ഓട്ടോ ഒന്നും അടിക്കാത്തത് കൊണ്ട് പതുക്കെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ ആലുവ പള്ളിയുടെ അവിടെ പതുക്കെ ഒന്ന് ഒതുക്കി. അപ്പോൾ കാരൂത്തുഴിയിൽ നിന്നൊരു നീർക്കോടിൻ്റെ ഓട്ടോ അടിച്ചിട്ടാണ്, നീർക്കോട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ആ കസ്റ്റമറെ ഇറക്കിയിട്ടുണ്ട്, പിക്ക് ചെയ്ത് അവിടെ നിന്ന് അതിന് പറ്റിയ നീർക്കോട് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ മഴയുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴ പെയ്യണ്ടായിരുന്നു. അപ്പോൾ ഊബറിൽ ഓട്ടോ അടിക്കല്ല, ഓട്ടോ അടിക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എന്താ സംഭവം ഓർത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ വാലറ്റ് ചെക്ക് ചെയ്യണം. വാലറ്റ് ചെക്ക് ചെയ്തപ്പോൾ എന്തുട്ടാ അതിൽ ഇത്തിരി എമൗണ്ട് അവർക്ക് അടക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ നമുക്ക് ഓട്ടം കുറക്കും. പിന്നെ ചില സമയത്ത് ഇവന്മാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ ഓട്ടം നമുക്ക് അടുപ്പിച്ചും കൊണ്ട് ആ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ ഇപ്പോൾ പുതിയ കസ്റ്റമർ ആയിരിക്കുള്ളൂ. അപ്പോൾ അവർക്ക് 50% 60% ഓഫർ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഓട്ടോ ഒരു അടുപ്പിച്ചും കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 150 രൂപയുടെ ഓട്ടോ ഉള്ളതെന്ന് കൊടുത്താൽ ആ ഓട്ടോ എടുത്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് 90 രൂപയ്ക്ക് ആയിരിക്കുള്ളൂ ആ കസ്റ്റമർക്ക് കാണിച്ചേക്കണം. അപ്പം നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പൈസയുടെ ഇത് നോക്കി കഴിയുമ്പോഴും അതിലും ആ എമൗണ്ട് കാണിക്കും. കുഴപ്പമില്ല, ബാക്കി ഒരു വാലറ്റിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ അവർ കുറച്ചോളും. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പൈസ അവർക്ക് കൊടുക്കാണ്ടെങ്കിൽ അവർ നമുക്ക് ഓട്ടം കുറക്കും എന്നുള്ളത് തോന്നണം കേട്ടോ. കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടായത്. കാരണം വെച്ചാൽ ആ എമൗണ്ട് അടിച്ചതിന് ശേഷമുള്ള ഓട്ടം എനിക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ പൈസ ക്ലോസ് ചെയ്യാനായിട്ട് മറ്റേ വലിയ വണ്ടിയുടെ പെട്രോൾ അടിക്കുന്നത് നമ്മൾ ഈ പമ്പിൽ നിന്നാണ് കേട്ടോ. നമുക്കിവിടെ ക്രെഡിറ്റാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈസ മാസം ക്ലോസ് ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യാൻ വന്നാൽ ഫ്രണ്ട്സാണ്. ഇവരൊക്കെയാണ് നമുക്ക് പെട്രോൾ അടിച്ചാൽ. ചെറിയൊരു വ്ളോഗുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വെറുതെ ജസ്റ്റ് ഇവരൊക്കെയാണ് നമുക്ക് പെട്രോളൊക്കെ അടിച്ച് തന്നെ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാൻ വന്നതാണ്. പോട്ടടാ. ഓക്കെ, അപ്പോൾ പെട്രോൾ അടിച്ച് അവരൊക്കെയാണ് നമുക്ക് പെട്രോൾ വരും. നമ്മുടെ വണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ വണ്ടി അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അവർ മറ്റേ ഫ്യൂലായിട്ട് നിൽക്കും. നമ്മൾ പറയണ്ടല്ലോ, അപ്പോൾ തന്നെ അവർ അടിക്കുകയാണ്. അപ്പം അതിൻ്റെ പൈസ ഒന്ന് ക്ലോസ് ചെയ്യാൻ നോക്കി വണ്ടി കയറിയത. അത് കഴിഞ്ഞ് പിന്നെ ട്രിപ്പ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായില്ലെന്ന് യൂബറിലൊന്നും. യൂബറിൽ റാപ്പിഡോയിൽ കണക്കാറുണ്ട്, ഓട്ടം വളരെ കുറവായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് നേരെ വീട്ടിൽ പോയി ഊണയിക്കട്ടെ. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ്ടത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ, സീനു വ്ളോഗ് ഫാമിലി. അത് എല്ലാവരും വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇനി കൂടുതലും അതിലേ ഇടുള്ളൂ ഞാൻ. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തോട്ടോ എല്ലാവരും. ഓക്കെ.